അതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം ഓരോ നിമിത്തങ്ങളല്ലേ. ദേവി, അനുഭവങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകം. ചില സങ്കടങ്ങളും പ്രയാസങ്ങളും കാലം നമുക്ക് സമ്മാനിക്കുന്നത് നമ്മൾ തോൽപ്പിക്കാനല്ല, ഒരിക്കലും ഒരിടത്തും തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്, ജീവിതത്തെ അടുത്തറിയാൻ വേണ്ടിയാണ്, ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും വേണ്ടിയാണ്. ഇതുവരെ കാഴ്ചക്കപ്പുറം നിന്ന ദേവി ഈ ലോകം മനസ്സിലാക്കിയത്. ഇനി നിറക്കാഴ്ചകളോടെ ഈ ലോകം മനസ്സിലാക്കുക. ഡോക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇനി അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലെന്ന്. അതെ ചേച്ചി, കുറച്ചു നേരം കൂടി വിശ്രമിക്ക്. ഒന്ന് മയങ്ങി എഴുന്നേക്കുമ്പോ ചേച്ചിക്ക് കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമാവും. How do you feel? എങ്ങനെയുണ്ട് ഇപ്പൊ? കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ലെന്ന് പറഞ്ഞു കിട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ഇന്ന ഡോക്ടർ എനിക്ക് മനസ്സിലായത്. ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് കരുതി അധികം സ്ട്രെയിൻ എടുക്കരുത്. പിന്നെ ഈ ഒരു എക്സൈറ്റ്മെന്റിൽ കാണാൻ ആഗ്രഹമുണ്ടായിരുന്ന പലതും കാണാൻ തോന്നിയെന്ന് വരും. TV, തിയേറ്ററിൽ പോയി സിനിമ കാണുക, അങ്ങനെ പലതും ഒരു 10 ദിവസത്തേക്കെങ്കിലും ഒഴിവാക്കണം. ഒരേ വസ്തുവിലേക്ക് തന്നെ കുറെ സമയം നോക്കിയിരുന്ന് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കരുത്. ഇല്ല ഡോക്ടർ, എല്ലാം ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഡോക്ടറോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ദൈവത്തിന് തുല്യമായ ഞാൻ ഡോക്ടറിനെ ഇപ്പൊ കാണുന്നത്. ഇതിനൊക്കെ ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. കാരണക്കാരൻ ഞാനല്ല, ദൈവതുല്യനായ ആളും ഞാനല്ല. നിങ്ങൾ നന്ദി പറയേണ്ടതും കടപ്പെട്ടിരിക്കേണ്ടതും രവിചന്ദ്രവർമ്മൻ എന്ന ആ വലിയ മനുഷ്യനോടാണ്. എന്ത് വില കൊടുത്തും എത്ര രൂപ ചെലവാക്കിയിട്ടും ദേവിക്ക് കാഴ്ച കിട്ടണമെന്ന് എന്നോട് പറഞ്ഞതും അദ്ദേഹമാണ്. ഈ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യർ അപൂർവമാണ്. എന്നെ അദ്ദേഹം ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്തേ ഉള്ളൂ. മനസ്സിലായി ഡോക്ടർ. സ്വന്തം ആവശ്യത്തിന് പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നതിന്റെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അതിനെന്താ, ഇനി ആരുടെയും സഹായം ദേവിക്ക് ആവശ്യമില്ല. സന്തത സഹചാരിയായിരുന്ന ദേവിയുടെ ഊന്നുവടി എന്നേക്കുമായി നമ്മളങ്ങ് ഉപേക്ഷിക്കുകയാണ്. എന്താ, സന്തോഷമായില്ലേ? ചേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി OP ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഡോക്ടർ OPയിൽ ഉണ്ടോന്ന് നോക്കാം. ശരി ശരി. ഇരിക്കെ. ചേട്ടാ, ഈ കാർഡിയോളജി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാ? ഈ ആശുപത്രിയിൽ ഇത്രയും കാഴ്ചയുള്ളവരുണ്ടായിട്ടും കണ്ണുമുട്ടനായി എന്നെ നീ കണ്ടുള്ളൂ അല്ലേ? ഇതേ ഒരു ഗമയ്ക്ക് വെച്ചിരിക്കുന്നതല്ല. സോറി ചേട്ടാ, പൊട്ടക്കണ്ണനാണെന്ന് കണ്ടാ പറയില്ല. പൊട്ടക്കണ്ണ നിന്റെ പോയ പോയ
ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാ അത് ആരുടെ കയ്യിലും കൊടുക്കരുതെന്ന്. അതിന് ഞാൻ ആ ബാഗ് രവിസാറിന്റെ കയ്യിൽ കൊടുത്തല്ലേ ഉള്ളൂ. ആരുടെ കയ്യിൽ കൊടുത്താലും ഇപ്പൊ അത് കാണുന്നില്ലല്ലോ. അല്ല, ശരിക്കും എന്തായിരുന്നു അതിന്റെ അകത്ത്? ചേച്ചിക്ക് എന്താ ഒരു ടെൻഷൻ? അതിന്റെ അകത്ത് വിലപിടിപ്പുള്ള ഒന്നുമില്ലല്ലോ. ആണ്, എനിക്ക് നിനക്ക് മാത്രം അനുഭവിക്കാനുള്ള ഒന്ന്. അത്രയ്ക്ക് വിലപിടിപ്പുള്ള ഒന്നാണത്. അതൊന്നും പറഞ്ഞ ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. എന്റെ ഈശ്വര, ആശുപത്രിയിൽ ചെല്ലുമ്പോ അത് കിട്ടിയാ മതിയായിരുന്നു. ചേട്ടാ വരും. ടോക്കൺ നമ്പർ 15. ആ. ചേട്ടാ വാ, അടുത്ത് വിളിക്കാൻ പോകുന്നത് നമ്മുടെ നമ്പറാ. പപ്പി ഒരു മിനിറ്റ്. ഈ ബാഗിലൊരു വളയുണ്ട്. അത് സ്വർണം തന്നെയല്ലേന്നൊന്ന് നോക്കി. ആ, സ്വർണവളയാ? അല്ല, ചേട്ടൻ ഇത് എവിടെ നിന്ന് കിട്ടി? ഇങ്ങോട്ട് വരുമ്പോ ഈ ബാഗൊന്നും ഇല്ലായിരുന്നല്ലോ. അത് എന്റേത് തന്നെയാ. ചേട്ടന്റെയോ? ചേട്ടൻ എവിടുന്ന ഈ സ്വർണവള? അത് എനിക്ക് പൈസ തരാനുള്ള ഒരുത്തൻ ഇപ്പൊ കൊണ്ട് തന്നതാ. പൈസ ആയിട്ടില്ല, ഈ വള വിറ്റ് പൈസ എടുത്തോളാൻ പറഞ്ഞു. ഓ, അപ്പോ അത് സ്വർണ്ണമാണോന്ന് അറിയാനാ നിന്നോട് നോക്കാൻ പറഞ്ഞത്. സ്വർണം തന്നെയാ. ചേട്ടൻ വാ, ഡോക്ടറെ കാണാം. എന്ത് കാര്യത്തിനും ഞങ്ങളുണ്ടെന്ന് സാറ് പറഞ്ഞതല്ലേ? ആ ബാഗ് കിട്ടാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. അത് നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാം. ചേച്ചി ആദ്യം വീട്ടിൽ പോവാൻ നോക്ക്. ഇല്ല, അതില്ലാതെ ഞാൻ പോവില്ല. രവി സാറിന് ഈ ആശുപത്രിയിലെ ഓണറിനെ പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്? അവരോടൊന്ന് സംസാരിച്ചു നോക്കാൻ പറയൂ. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? സാറിനോടൊന്ന് പറയോ നീ? ആ, ഞാൻ പറയാം. ഞങ്ങളിതാ വരുന്നു. വേഗം വാ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. രവിജി, ബാഗ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെച്ചിരുന്നെന്ന്. ചേച്ചി, നഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നാണെങ്കിൽ വേറെ വാങ്ങാം. അങ്ങനെയുള്ള ഒന്നല്ല അത്. ആദ്യം അതിനുള്ളിൽ എന്താന്ന് ചേച്ചി പറയേ. അത് അത് നല്ല കനം. സ്വർണ്ണമായോണ്ട് നല്ല വില കിട്ടും. കാലി ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാതിരുന്നപ്പോഴാ ഈശ്വരൻ കൊണ്ട് തന്നത്. എത്രയും പെട്ടെന്ന് ഇതിനെ കാശാക്കണം. ടാക്സി വിളിക്കാൻ പോയ പപ്പിയും കാണുന്നില്ലല്ലോ.
പെൺമണി, നീ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്ക്. ഇവിടെ തന്നെയാണോ നീ ബാഗ് കൊണ്ടുവച്ചത്? സത്യം ചേച്ചി, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അച്ഛനെയും കൊണ്ടുവന്നപ്പോ ഞാൻ ഇവിടെ തന്നെയാ ബാഗ് വെച്ചത്. എക്സ്ക്യൂസ് മീ, സർ, ഇവിടുത്തെ മാനേജ്മെന്റിലെ ഏതെങ്കിലും ഒരാൾ വിളിക്കാമോ? പിയർ ആയാലും മതി. ശരി സർ. എന്നാലും പിന്നത് എവിടെ പോയി? ടെൻഷൻ ആവണ്ട, നമുക്കിത് കണ്ടുപിടിക്കാം. സോറി ഏട്ടാ, ഇത് ഒറിജിനൽ സ്വർണ്ണമല്ല. കണ്ടാൽ സ്വർണ്ണമെന്ന് തോന്നിക്കുകയും എന്നാൽ സ്വർണത്തെക്കാൾ മൂല്യം തോന്നിക്കുന്ന 1 ഗ്രാം ഗോൾഡാ ഇത്. 1 ഗ്രാം ഗോൾഡോ? അതെ. പക്ഷെ ഒറ്റ നോട്ടത്തിൽ സ്വർണ്ണമാണെന്നേ പറയും. ഞങ്ങളെ വിശ്വാസം വരുന്നില്ലെങ്കിൽ ചേട്ടൻ വേറെ എവിടെയെങ്കിലും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. വിശ്വാസം തന്നെ അനിയ. അപ്പൊ ചുമ്മാതല്ല ആശുപത്രി വരാന്തേ കളഞ്ഞിട്ട് പോയത്. ഓ, സത്യം പറഞ്ഞ പോലീസിനെ വിളിക്കേണ്ട കേസാ. പിന്നെ കാഴ്ചയില്ലാത്തതിന്റെ ഒക്കെ പേരില് ഞങ്ങളത് ചെയ്യുന്നില്ല. അയ്യോ അനിയ, പോലീസിനെ ഒന്നും വിളിക്കണ്ട. വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇനി എന്ത് ചെയ്യും? ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇത് ആശുപത്രിയിൽ നിന്ന് കിട്ടിയെന്നല്ലേ പറഞ്ഞേ, ഇത് അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കും. അപ്പൊ ശരിയായ ഉടമസ്ഥന് എന്നെ ഇത് കിട്ടും. ഓ അങ്ങനെ. ആശുപത്രിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ വള സ്വർണമാണെന്ന് കരുതി അന്ധനായ യുവാവ് ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചു എന്ന അടിക്കുറിപ്പോടെ ഒരു വാർത്തയും വരും അല്ലേ? പിന്നെ ഉറപ്പായും വരും. എങ്കിൽ പിന്നെ അത് തന്നെ ചെയ്യാം. പണമോ ഇല്ല, പ്രശസ്തിയെങ്കിലും കിട്ടിക്കോട്ടെ. എന്നെ ഒന്ന് പിടിച്ച കാറിന്റെ അവിടം വരെ ഒന്ന് കൊണ്ടുവിടാമോ? തന്നെ ഈ പരിസരത്ത് കണ്ട കൈയും കാലം തല്ലി ഓടിക്കാനാ രാജാറാം സാറിന്റെ ഓർഡർ. അതുകൊണ്ട് താൻ പോവാൻ നോക്ക്. ഞാൻ പോയില്ല, എനിക്ക് അകത്ത് പോയേ പറ്റൂ. എന്താ അവിടെ? അത് ഗായത്രി അമ്മയുടെ ശബ്ദമാണല്ലോ. ഗായത്രി അമ്മേ, എന്നെ ഒന്ന് അകത്തേക്ക് കയറ്റിവിടാൻ പറഞ്ഞേ. എന്തിനാ? എനിക്ക് എല്ലാവരോടും വലിയൊരു കാര്യം പറയാനുണ്ട്. അയ്യോ, വേറൊന്നും വിചാരിക്കണ്ട, നിങ്ങൾക്ക് ദ്രോഹം വരുന്ന ഒന്നുമല്ല. പ്ലീസ് ഗായത്രി അമ്മേ. അയാളെ ഇങ്ങ് വിട്ടേക്ക്. ചെല്ല്. എങ്ങോട്ട് ചെല്ലാൻ? കാഴ്ചയില്ലാത്ത ഞാൻ എങ്ങോട്ട് പോവാനാ? എന്നെ ഒന്ന് അകത്തേക്ക് കൊണ്ട് നിർത്ത് സഹോദര. സത്യം പറയാലോ, എല്ലാ തരത്തിലും നിങ്ങൾ ഒരു ശല്യമാണ്. വാ നടക്ക്. പറ, എന്താ ത്രിവിക്രമന് പറയാനുള്ള വലിയ കാര്യം? പറയാനുള്ളത് 2 അക്ഷരമുള്ള ചെറിയൊരു വാക്കാണ്, പക്ഷേ അതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. വിശദീകരണം ഒന്നും വേണ്ട. ത്രിവിക്രമൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാൻ നോക്ക്. മാപ്പ്. എനിക്ക് മാപ്പ് തരണം. രവി സാറിനോടും ശ്രീലക്ഷ്മി മോളോടും എല്ലാവരോടും ചെയ്ത തെറ്റിന് മാപ്പ് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. താൻ മാപ്പ് പറയേണ്ടവരും തന്നോട് ക്ഷമിക്കേണ്ടവരും ഇപ്പൊ ഇവിടെ ഇല്ല.
അവരുള്ളപ്പോ വന്നാ മതി. ഇപ്പൊ പൊയ്ക്കോളൂ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഗായത്രി അമ്മയോട് പറയാം. രവി സാറ് ശ്രീലക്ഷ്മി മോളും വരുമ്പോ ഗായത്രി അമ്മ അവരോട് ഞാൻ പറഞ്ഞതായി പറഞ്ഞാ മതി. അങ്ങനെ താൻ മാപ്പ് പറയാനാണ് വന്നതെങ്കിൽ താൻ ആദ്യം മാപ്പ് പറയേണ്ടത് ഏട്ടത്തിയുടെ അച്ഛനോടും അമ്മയോടുമാണ്. താൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതും വിഷമിപ്പിച്ചതും അവരെയാ. അറിയാം രഘു സാറേ, സുദർശനോടും സരോജത്തോടും ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാ. പക്ഷെ ആര് ക്ഷമിച്ചാലും രവി സാറെ ക്ഷമിച്ചില്ലെങ്കിൽ വെള്ളം കൂടി മുട്ടിപ്പോകും. ഇവിടുത്തെ എവിടേക്ക് രാത്രിയില്? അവൾ എവിടേക്കോ പോട്ടെ, അമ്മയ്ക്ക് എന്താ? എങ്കിലും അതൊന്നും അറിയണല്ലോ. അമ്മ ഇത് എവിടേക്കാ പോണേ? അവൾ എവിടേക്കാ പോകുന്നതെന്നൊന്ന് അറിയാൻ. എന്റെ പൊന്നമ്മേ, അവൾ എവിടെ പോയതായാലും പൊയ്ക്കോട്ടെ. അവള് പോകുന്ന വഴിയില് ഇടയ്ക്ക് കയറാത്തതാ നമുക്ക് നല്ലത്. പ്രത്യേകിച്ചും രാത്രിയിലും. രാത്രിയിൽ അവളെ ഫോളോ ചെയ്യുന്നത് ഭയങ്കര അപകടം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് കിടന്നുറങ്ങാം. അമ്മ വന്നേ, വാ ഇങ്ങോട്ട്.
ഇന്നലെ രാത്രി ശ്രീലക്ഷ്മി എവിടെ പോയതായിരുന്നു? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ താൻ എവിടേക്കാ പോയത്? അത് സർ, ഞാനൊരു ആവശ്യത്തിന് 11 മണി മുതൽ 5 മണി വരെ ഈ വീടിന് പുറത്ത് തനിക്ക് എന്താണ് ആവശ്യം? താൻ ഇവിടെ വന്നത് ഞാൻ തരുന്ന കാശിന് എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനാ. അപ്പോ തന്റെ മേലിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട്. കുറെ സമ്മാനങ്ങൾ തനിക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇത് അതിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ യാത്ര വെറും ഒരു യാത്രയായിട്ടല്ല ഞാൻ കാണുന്നത്. രവിയുടെയും ശ്രീയുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളം കൂടിയ ഈ വള. താൻ പേടിക്കുന്ന പോലെ ഈ യാത്രയിൽ എനിക്കോ തനിക്കോ വല്ലതും പറ്റിയാൽ എനിക്ക് തന്നെ ഓർക്കാനും തനിക്ക് എന്നെ ഓർക്കാനും പൂർണ്ണചന്ദ്രനെ സാക്ഷി നിർത്തി രവി ശ്രീലക്ഷ്മിക്ക് തരുന്ന സമ്മാനം. എപ്പോഴായാലും നീയും ഞാനും തമ്മിൽ വേർപ്പെടുന്നത് വരെ ഇത് താൻ സൂക്ഷിക്കണം. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടു തരുന്നതാ. മനസ്സിലായി സർ. നേരത്തെയുള്ള പേടിയൊന്നും ഇപ്പൊ എനിക്കില്ല. ഇത് സാറ് കയ്യിലേക്ക് ഇട്ടുന്ന നിമിഷം മുതല് എന്തോ ഒരു ധൈര്യം പോലെ. ഇതെപ്പോഴും ഞാൻ അറിഞ്ഞില്ലെങ്കിലും സദാസമയം എന്നോടൊപ്പം ഉണ്ടാവും. സാറിനെ ഇഷ്ടപ്പെടുന്ന അത്രയും ഇപ്പോ ഞാനിതിനെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് യു സർ. I love you so much. ശ്രീലക്ഷ്മി, എനിക്ക് തന്നെ ഓർക്കാനും തനിക്ക് എന്നെ ഓർക്കാനും പൂർണ്ണചന്ദ്രനെ സാക്ഷി നിർത്തി രവി ശ്രീലക്ഷ്മിക്ക് തരുന്ന സമ്മാനം. എപ്പോഴായാലും നീയും ഞാനും തമ്മിൽ വേർപ്പെടുന്നത് വരെ ഇത് താൻ സൂക്ഷിക്കണം. ഇത് എന്താണെന്നാണോ സാർ ആലോചിക്കുന്നത്? ഇത് സർ, ഇതാണ് ത്രിവിക്രമൻ മാപ്പ് പറഞ്ഞിട്ട് നമുക്ക് സമ്മാനമായിട്ട് തന്നിട്ട് പോയ ഗിഫ്റ്റ്. ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാന്ന് കരുതി. കള്ളം. ഇത് ഞാൻ ശ്രീലക്ഷ്മിക്ക് കൊടുത്ത എന്റെ പ്രണയത്തിന്റെ അടയാളം. ശ്രീലക്ഷ്മി എന്നെയും എന്റെ പ്രണയത്തെയും പോലെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞ സമ്മാനം.
ശ്രീലക്ഷ്മിയോടൊപ്പം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ ഈ നിധി തനിക്കവിടെ ചേട്ടാ 2 കരിക്ക്. ഇതിന് സ്ട്രോ ഇല്ലേ? ആ കുഴലൊന്നും വേണ്ട സർ. ദേ ഇങ്ങനെ കുടിച്ചാ മതി. സ്ട്രോ വേണ്ട സർ. ദേ ഇങ്ങനെ കുടിച്ചാ മതി. സാറിന് അറിയില്ല ഇത് കുടിക്കാൻ? ദേ ഇങ്ങനെ കുടിച്ചാ മതി. അയ്യോ, എന്താ ശിവപ്രസാദ്? മാഡം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈശ്വരി അമ്മ. സാറും ശ്രീലക്ഷ്മിയും വന്ന് യാത്ര തിരിക്കാൻ കാരണം ഈ ഈശ്വരി അമ്മയല്ലേ? ഇവിടെ പലരും പഴയ കഥകൾ പറയുമ്പോ അതിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്ത കഥാപാത്രല്ലേ? അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞതാ ഞാൻ. ഉദ്ദേശം ശരിയാ. ശ്രീലക്ഷ്മി എന്ന അനുഗ്രഹം വാങ്ങിച്ചിട്ട് വന്നോളൂ. ഞാൻ പോയിട്ട്. ശ്രീലക്ഷ്മിയുടെ വീട്ടുകാർക്കും ശ്രീലക്ഷ്മിക്കും ഒക്കെ നല്ല ബന്ധമുള്ളതാ ഈശ്വരിയമ്മ. താൻ പോയി അനുഗ്രഹം വാങ്ങിയ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. വരുന്ന അമാവാസി നാളു മുതൽ അവൾക്ക് കാരാഗ്രഹവാസം നിശ്ചയം. എന്നാലും ജീവഭീതി ഉണ്ടാക്കും വിധം ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ട്. നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് പലതും മറ്റ് കൈകളിലൂടെ എന്ന സമ്പ്രദായം ഇവിടെയുമുണ്ടാകും. പക്ഷേ അതിൽ നിന്നെല്ലാം രക്ഷിക്കുന്നത് അളവില്ലാത്ത
നിങ്ങളുടെ രണ്ടാളുടെയും പരസ്പര വിശ്വാസം, സ്നേഹം. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്ന തിരിച്ചറിവിലുണ്ടാകുന്ന മനസ്സെരിഞ്ഞുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളെ ഒരിക്കലും രണ്ടാക്കില്ല ശ്രീലക്ഷ്മി. സാർ എന്താ ഈ പറയുന്നേ? അതെങ്ങനെ ശരിയാവും? സത്യമാണ് രാജാറാം സാർ ഞാൻ പറഞ്ഞത്. അന്ന് സാറിന്റെ ഓഫീസിൽ വെച്ച് നോക്കിയപ്പോ 95% ഈ ഫിംഗർ പ്രിന്റ്സ് മാച്ചിങ് ആയിരുന്നു. അത് 100% ഉറപ്പുവരുത്താനാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്ന് അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്തപ്പോ 1% പോലും മാച്ചിങ് ആവുന്നില്ല. ഇതിനിടയിൽ എന്ത് മായജലം നടക്കാനാണ് സാർ? ആദ്യം എനിക്ക് മനസ്സിലായില്ല രാജാറാം സാർ. പക്ഷേ ഒരു മായാജാലം നടന്നിട്ടുണ്ട്. ആ ഫിംഗർ പ്രിന്റ് എന്റെ ടേബിളിലെത്തി മണിക്കൂറുകൾക്കകമാണ് അത് സംഭവിച്ചത്. ഇതവള രാഗസുധ. ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ഹലോ രാജാറാം. രവി, നീ എവിടെയാ? എന്താ രാജാറാം? നീ കാര്യം പറ രാജാറാം. രവി, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. വലിയ പ്രശ്നമാ. ഞാനത് ഓഫീസിലേക്ക് വരട്ടെ.